നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാൻ പാകിസ്ഥാന് യാതൊരുവിധ മടിയുമില്ലെന്ന് മുൻപ് പലവട്ടം വ്യക്തമായിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇക്കാര്യങ്ങൾ പലവട്ടം ചർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഈ രീതിക്ക് ഇന്നേ വരെ മാറ്റം വന്നിട്ടില്ല. ഇതിപ്പോൾ പറയാൻ കാരണം പാകിസ്ഥാൻ്റെ ഒരു നുണ കൂടി രേഖകൾ കൊണ്ട് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നായിരുന്നു സൈബറിടത്തിലെ പാകിസ്ഥാൻ്റെ വ്യാജ പ്രചാരണം. എന്നാൽ അതിൻ്റെ മുനയൊടിക്കുന്നതാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പുതിയ രേഖകൾ. വ്യോമസേനയുടെ പക്കലുള്ള 36 റഫാൽ വിമാനങ്ങളുടെയും തുടർ പരിപാലനത്തിനായി പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ RFP, അതായത് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലാണ് പാക് സൈനിക വക്താക്കളുടെയും ഇന്റർനെറ്റിൽ കള്ളങ്ങൾ പടച്ചുവിടുന്നവരുടെയും നുണകൾ പൊളിച്ചടുക്കിയത്. ഇന്ത്യയുടെ പക്കലുള്ള മുഴുവൻ റഫാൽ വിമാനങ്ങളും ഒരു പോറൽ പോലും ഏൽക്കാതെ പൂർണ്ണ സജ്ജമായി തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ടെൻഡർ നടപടികൾ. 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ ശക്തമായ സൈനിക പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഈ സൈനിക നീക്കത്തിനിടയിൽ വ്യോമാക്രമണങ്ങളിൽ ഇന്ത്യയുടെ 4 റഫാൽ യുദ്ധവിമാനങ്ങൾ തങ്ങൾ തകർത്തുവെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. തങ്ങളുടെ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും ഈ കള്ളം പ്രചരിപ്പിക്കാൻ വിമാനങ്ങളുടെ RB001, RB021, RB022, RB027 എന്നീ ടെയിൽ നമ്പറുകൾ വരെ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ തകർന്ന വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളോ മറ്റ് വിശ്വസനീയമായ തെളിവുകളോ ഹാജരാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നില്ല. സ്വതന്ത്ര പ്രതിരോധ വ്യോമയാന വിദഗ്ധർ അന്ന് തന്നെ ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു. പാകിസ്ഥാൻ തകർത്തു എന്ന് അവകാശപ്പെട്ട അതേ ടെയിൽ നമ്പറുകളിലുള്ള റഫാൽ വിമാനങ്ങൾ പിന്നീട് വ്യോമസേനയുടെ വിവിധ തന്ത്രപ്രധാന ദൗത്യങ്ങളിലും പൊതു ഫ്ലൈ പാസുകളിലും പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന ഔദ്യോഗിക ടെൻഡർ നടപടികൾ ഈ കള്ളപ്രചാരണത്തിന് അവസാനമായി പ്രഹരമേൽപ്പിക്കുകയാണ്. 2016 സെപ്റ്റംബറിലെ ഇന്ത്യ ഫ്രാൻസ് കരാർ പ്രകാരം ഫ്രാൻസിൻ്റെ ഡസാൾട്ട് ഏവിയേഷനിൽ നിന്ന് വാങ്ങിയ 36 വിമാനങ്ങളെ പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ടെൻഡർ. പ്രാരംഭ കരാറിലെ ലോജിസ്റ്റിക് പിന്തുണയുടെ കാലാവധി 2026 സെപ്റ്റംബറിൽ അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്ഥിരമായ പുതിയ കരാർ വരുന്നതുവരെ തടസ്സമില്ലാത്ത പ്രവർത്തന സജ്ജത ഉറപ്പാക്കാൻ 5 മാസത്തെ ഒരു ബ്രിഡ്ജ് സപ്പോർട്ട് കരാറിനായി വ്യോമസേന കരാർ ക്ഷണിച്ചിരിക്കുന്നത്. പ്രതിവർഷം ഓരോ വിമാനത്തിനും ഏകദേശം 150 ഫ്ലൈയിങ് മണിക്കൂറുകൾ വരെ ഉറപ്പ് നൽകുന്നതാണ് ഇടക്കാല സംവിധാനം. അത്യാധുനിക സൈനിക ഹാർഡ്വെയറുകളുടെ കരാർ കാലാവധി മാറുന്ന സമയങ്ങളിൽ വിമാനങ്ങൾ തടസ്സമില്ലാതെ പറക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇത്തരം താൽക്കാലിക ലോജിസ്റ്റിക് ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ആഗോളതലത്തിൽ സാധാരണ നടപടിക്രമമാണ്. എന്നാൽ സുതാര്യതയുടെ ഭാഗമായി പുറത്തുവരുന്ന ഇത്തരം ടെൻഡറുകൾ പാകിസ്ഥാൻ്റെ ഉൾപ്പെടെയുള്ള വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചെടുക്കാനുള്ള പ്രധാന ആയുധമായി മാറുകയാണ്. ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് കൂട്ടായ്മകൾ ഈ രേഖകൾ വിശകലനം ചെയ്തതോടെയാണ് പാക് പ്രചാരണം പൂർണ്ണമായി അപ്രസക്തമായത്. റഫാൽ വിവാദങ്ങൾക്ക് പൂർണ്ണ വിരാമം വിട്ടുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ വ്യോമാധിപത്യം കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിക്ക് കീഴിൽ 114 റഫാൽ വിമാനങ്ങൾ അധികമായി വാങ്ങുന്നതിനുള്ള വിപുലമായ നീക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കൂട്ടാനായി 26 റഫാൽ M പതിപ്പുകൾ സ്വന്തമാക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. പുതിയ ടെൻഡർ പുറത്തു വന്നതോടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളുടെ അധ്യായം എന്നേക്കുമായി അടഞ്ഞതായിട്ടാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്.